കാരണം ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ മർമ്മമാണ്, ഇബാദത്തിന്റെ പ്രധാന ഭാഗമാണ് ദുആ, ഇസ്തിഗാസ, തവസ്സുല്, നദിർ, തവക്കുല്. ഇതൊക്കെ ഇതാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ഇസ്തിഗാസയിലാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനോട് എന്താക്കിയിട്ടുള്ളത്? ഇസ്തിഗാസ നടത്തി എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്ന സംഭവം. അതായത് ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി ഫവകസഹു മൂസ ഫഖള അലൈഹി. മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ അങ്ങാടിക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് എന്ത്? ബനു ഇസ്രായേലികളിൽ പെട്ട ഒരാളും അതേപോലെ തന്നെ കിബിത്തികളിൽ പെട്ട ഒരാളും തമ്മിലിങ്ങനെ ഒരു ശണ്ട കൂടുന്നത് കണ്ടപ്പോൾ മൂസാ നബി വന്നപ്പോൾ ബനു ഇസ്രായേലിൽ പെട്ട ആളെന്താക്കി? മൂസ, നമ്മൾ കുടുംബക്കാർ കണ്ടില്ല, ഇയാൾ കാട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിബിത്തിയെ നിന്ന് രക്ഷ തേടുന്ന സാധനം. അതിനെ അള്ളാഹു പ്രയോഗിച്ചത് ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി, തൻ്റെ കൂട്ടത്തിൽ കുടുംബത്തിൽപ്പെട്ട ആൾ ഇസ്തിഗാസ നടത്തിയ സാഹചര്യം എന്നാണ്. അപ്പോൾ എന്താണ്? മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന മൂസാ നബിയാണ്. മൂസാ നബി അവിടെ മുമ്പിലുണ്ട്. ആ മൂസാ നബി അലൈഹി സ്വലാമിനോട് അവിടുന്ന് മൂസ എന്തായിട്ടില്ല? നബി ആയിട്ടില്ല, മൂസയാണ്. അപ്പോൾ ആ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ്, ഒന്ന് കഴിച്ചിലാക്കുമോ എന്ന് ചോദിച്ചു. ആ ഇത് പ്രയാസഘട്ടത്തിലാണ് ചോദിച്ചു. മൂസാ നബി അലൈഹി സ്വലാം എന്തായി? കഴിച്ചിലാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം എന്തായി? മരണപ്പെട്ട സംഭവം. ഇത് ഇസ്തിഗാസ എന്നാണ് പറയുക. അള്ളാഹുവിന്റെ വിശേഷണമാകുന്ന റഹ്മത്ത് കൊണ്ട് എന്നെന്നും ജീവിച്ചിരിക്കുന്ന, കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹ്, അസ്തഗീസു, ഞാൻ നിന്നോട് സഹായം തേടുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വിബൽ ഘട്ടങ്ങളിലെ സഹായ തേട്ടം അതാണ് ബദർ യുദ്ധവേളയിൽ കണ്ടത്. അതിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇസ്തിഗാസ എന്നാണ്. മുഫസ്സിറുകൾ അവിടെ ഇസ്തിഗാസ ദുആ ആണ്, പ്രാർത്ഥനയാണ് എന്ന് പ്രത്യേകം തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുആവും ഇസ്തിഗാസയും ഒന്നാണ്. എല്ലാ ഇസ്തിഗാസയിലും ദുആ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. അത് അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പെട്ടു, ആ പ്രയാസത്തിൽ പെട്ടപ്പോൾ അതിൽ നിന്ന് കഴിച്ചിലാക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങേപ്പുറത്തുണ്ട്. എടാ ഒന്ന് കൈയൊടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തില്ല? പ്രശ്നമില്ല. അത് പ്രശ്നമല്ല, അതിനും ഇസ്തിഗാസ തന്നെയാണ് പറയാം. അപ്പൊ ദുആവും ഇസ്തിഗാസയും ഒന്നാണ്. എല്ലാ ഇസ്തിഗാസയിലും ദുആ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. അത് അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. അത് നമ്മളൊക്കെ എന്താക്കുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മുസലായിങ്ങൾ ഒന്ന് ശരിയാക്കി തരുമോ, അല്ലെങ്കിൽ ഷെരീഫ് മൗലവി നിങ്ങളൊന്ന് ശരിയാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെന്താക്കലുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിനും ഭാഷയിൽ ഇസ്തിഗാസ എന്ന് പറയാം.